നമസ്കാരം, എവർക്ക് DQയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 5ാം ക്ലാസ്സിലെ പുതിയ SCERT സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് 2 രണ്ടാമത്തെ ക്ലാസ്സാണ്. 5ാം ക്ലാസ്സിലെ പുതിയ SCERT സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് 1ൻ്റെ കംപ്ലീറ്റ് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നോട്ട് ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടും കൂടെ രേഖപ്പെടുത്തുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക്ക് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാടിൻ്റെ ഉയരം 75 മീറ്ററിന് മുകളിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഇടനാടിൻ്റെ ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ്. തീരപ്രദേശത്തിൻ്റെ ഉയരം 7.5 മീറ്ററിന് താഴെയാണ്. 7.5 മീറ്ററിന് താഴെയാണ് അല്ലെങ്കിൽ 7.5 മീറ്റർ വരെയാണ് തീരപ്രദേശത്തിൻ്റെ ഉയരം. ഇവിടെ ഈ ഗ്രീൻ കളർ സൂചിപ്പിക്കുന്നത് മലനാടിനെയും റെഡ് കളർ സൂചിപ്പിക്കുന്നത് ഇടനാടിനെയും ബ്ലൂ കളർ സൂചിപ്പിക്കുന്നത് തീരപ്രദേശത്തിനെയുമാണ്. ഇവിടെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെയും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. മലനാടിൻ്റെ ഉയരം 75 മീറ്ററിന് മുകളിലും ഇടനാടിൻ്റെ ഉയരം 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലും തീരപ്രദേശത്തിൻ്റെ ഉയരം 7.5 മീറ്ററിന് താഴെയുമാണ്. ഉയരങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, PSC എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? തീരപ്രദേശം. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മലനാട് നോക്കാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. കേരളത്തിലെ ആകെ നദികൾ 44 ഈ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് പ്രദേശത്തു നിന്നാണ്. അടുത്തത് ഇടനാട് നോക്കാം. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലാണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഈ നാടിൻ്റെ സവിശേഷതകൾ. തീരപ്രദേശം ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. കേരളത്തിൻ്റെ കാലാവസ്ഥ. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ പ്രധാനമായും 2 മഴക്കാലങ്ങളാണുള്ളത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവും വടക്ക് കിഴക്കൻ മൺസൂൺ കാലവും. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിന് പറയുന്നത് കാലവർഷം എന്നാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തിന് പറയുന്നത് തുലാവർഷം. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കാലവർഷമാണ് കേരളത്തിൽ കൂടുതൽ ലഭിക്കുന്നത്. കേരളത്തിൽ കൂടുതൽ ലഭിക്കുന്ന മഴക്കാലം കാലവർഷമാണ്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. അടുത്തത് മൺസൂൺ നോക്കാം. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളെ പറയുന്നത് മൺസൂൺ കാറ്റുകൾ എന്നാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. എന്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ? ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് നിന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിന്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്നാണ് അറിയപ്പെടുന്നത്. കാലവർഷം. അടുത്ത കാറ്റ് നമുക്ക് നോക്കാം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്നും വീശുന്നു. ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്.
ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അടുത്തത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പുസ്തകമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. ആരുടെ പുസ്തകമാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകമാണ്. ജവഹർലാൽ നെഹ്റു മകളായ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളാണ് ഈ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. ജവഹർലാൽ നെഹ്റു മകളായ ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ നോക്കാം. ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. ഏതൊക്കെയാണ്? ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ, ചെമ്മണ്ണ് റെഡ് സോയിൽ എന്നാണ് അറിയപ്പെടുന്നത്, എക്കൽ മണ്ണ് അലൂവിയൽ സോയിൽ, വനമണ്ണ് ഫോറസ്റ്റ് സോയിൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചെങ്കൽ മണ്ണാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിലാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ. കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ, പീറ്റ് മണ്ണ് അല്ലെങ്കിൽ പീറ്റ് സോയിൽ എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. കറുത്ത മണ്ണ് കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. പാലക്കാട് ജില്ലയിലാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. എന്നാണ് ലോക മണ്ണ് ദിനം? ഡിസംബർ 5. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. എല്ലാ വർഷവും ഡിസംബർ 5 ലോക മണ്ണ് ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത്. അപ്പം നമ്മൾ 5 വിരലുകൾ ഉപയോഗിച്ചിട്ടാണ് മണ്ണ് വാരുന്നത് അല്ലേ? അപ്പോൾ അത് ഓർത്താൽ മതി. 5 വിരലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മണ്ണ് വാരുന്നത്. അങ്ങനെ ഡിസംബർ 5 ലോക മണ്ണ് ദിനം. കേരളത്തിൽ ആകെ 44 നദികളാണ് ഉള്ളത്. ഈ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നു, 41 നദികൾ പടിഞ്ഞാറോട്ടും ഒഴുകുന്നു. കേരളത്തിൽ ആകെ എത്ര കായലുകളുണ്ട്? 34 കായലുകളാണ് കേരളത്തിൽ ആകെയുള്ളത്. 34 കായലുകൾ. ഇതിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എത്ര കായലുകളുണ്ട്? കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എത്ര കായലുകളാണുള്ളത്? 27 കായലുകൾ. 27 കായലുകൾ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉൾനാടൻ ജലാശയങ്ങൾ എത്ര എണ്ണമുണ്ട്? ഉൾനാടൻ ജലാശയങ്ങൾ 7 എണ്ണമാണുള്ളത്. 7 എണ്ണം. 7 ഉൾനാടൻ ജലാശയങ്ങളാണ് ഉള്ളത്. ഉൾനാടൻ ജലാശയങ്ങൾ 7ഉം കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകൾ 27 എണ്ണമാണ് ഉള്ളത്. അങ്ങനെ ആകെ 34 കായലുകളാണ് കേരളത്തിൽ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അടുത്തത് കുറച്ച് പദ്ധതികളാണ്. ഇനി ഞാൻ ഒഴുകട്ടെ, മാലിന്യമുക്ത നവകേരളം, തെളിനീരൊഴുകും നവകേരളം, ജൽജീവൻ മിഷൻ. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിതകേരളം മിഷനാണ് ഈ പദ്ധതി നിർവഹിക്കുന്നത്. മാലിന്യമുക്ത നവകേരളം, തെളിനീരൊഴുകും നവകേരളം രണ്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർവഹിക്കുന്ന പദ്ധതിയാണ്. ജൽജീവൻ മിഷൻ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. നമുക്ക് ഓരോ പദ്ധതികൾ നോക്കാം. ഇനി ഞാൻ ഒഴുകട്ടെ കേരളത്തിലെ നീർച്ചാലുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ വേണ്ടി ഹരിതകേരള മിഷന്റെ ഭാഗമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. കേരളത്തിലെ നീർച്ചാലുകളെ ശുചീകരിക്കുന്നതിന് വേണ്ടി ഹരിതകേരള മിഷന്റെ ഭാഗമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. അടുത്തത് മാലിന്യമുക്തം നവകേരളം. കേരളത്തെ രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മാലിന്യമുക്തം നവകേരളം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമാക്കി കേരളത്തിനെ മാറ്റുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് മാലിന്യമുക്ത നവകേരളം പദ്ധതി. അടുത്ത പദ്ധതിയാണ് തെളിനീരൊഴുകും നവകേരളം. സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളും മാലിന്യമുക്തമാക്കാനുള്ള ജനകീയ ക്യാമ്പയിനാണ് തെളിനീരൊഴുകും നവകേരളം. സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളും മാലിന്യമുക്തമാക്കാനുള്ള ജനകീയ ക്യാമ്പയിനാണ് തെളിനീരൊഴുകും നവകേരളം. കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും മുഴുവൻ ജലാശയങ്ങളും മാലിന്യമുക്തമാക്കുന്നതിനായുള്ള പദ്ധതിയാണ് തെളിനീരൊഴുകും നവകേരളം പദ്ധതി. അടുത്തത് ജൽജീവൻ മിഷൻ. എല്ലാ ജനങ്ങൾക്കും ഗുണനിലവാരമുള്ള കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എല്ലാ വീടുകളിലും പൈപ്പ് ലൈനിലൂടെ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. എല്ലാ വീടുകളിലും പൈപ്പ് ലൈനിലൂടെ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. ഈ പദ്ധതികളെല്ലാം എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അത് നിർവഹിക്കുന്നത് ആരാണെന്നും കൂടെ മനസ്സിലാക്കി വെച്ചേക്കുക.
അടുത്തത് നമുക്ക് നോക്കാം. ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയും ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. ഈ പ്രദേശങ്ങളെല്ലാം അത്യാവശ്യം ഉയരം കൂടിയ പ്രദേശങ്ങളാണ്. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തങ്ങളായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചെരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യമൊരുക്കുന്നു. ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. ഇടനാട്ടിലെ പ്രധാന വിളകൾ ഏതൊക്കെയാണ്? മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയവയും കൂടാതെ വാഴകൃഷി ചെയ്യുന്നുണ്ട്, റബ്ബർ കൃഷിയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. കേരളത്തിൽ എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത്. തീരപ്രദേശത്തെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം. അടുത്തത് കേരളവും പ്രകൃതി ദുരന്തങ്ങളും. ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പ്രകൃതി ദുരന്തങ്ങൾ. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? ചുഴലിക്കാറ്റ്, കാട്ടുതീ, സുനാമി, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ. എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. 2004 കേരളത്തിൽ സുനാമി ഉണ്ടായത്. 2019 കവളപ്പാറയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2020 കേരളത്തിൽ പെട്ടിമുടിയിലും ഉരുൾപൊട്ടലുണ്ടായി. അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കേരളത്തിൽ പ്രളയം ഉണ്ടായത് ഏത് വർഷമാണ്? 2018 കേരളത്തിൽ പ്രളയം ഉണ്ടായത്. 2019 കവളപ്പാറയിൽ ഉരുൾപൊട്ടലുണ്ടായി. 2020 പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായി. 2024 വയനാട് ജില്ലയിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായി. അതെല്ലാം സ്ഥലങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്തത് നോക്കാം. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും ഏതൊക്കെയാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളെന്ന് പ്രധാനമായിട്ടും പഠിച്ചു വച്ചേക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ക്ലാസ്സുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടും കൂടെ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേഗം കാണാം.